ആധുനിക ലോകം അതിൻ്റെ അനന്ത സാധ്യതകളുടെയും സുഖസൗകര്യങ്ങളുടെയും നേട്ടങ്ങളുടെയും പിന്നാലെ അനന്തമായ പ്രയാണം തുടരുന്ന ഈ കാലഘട്ടത്തിൽ ഏറെ പേർ അസ്വസ്ഥരാണ്. അനേകർ വേദനകളുടെ, കണ്ണീരിൻ്റെ, തീരാ ദുഃഖങ്ങളുടെ കയങ്ങളിൽ ആഴ്ന്നിരിക്കുന്നു. ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളുടെ അനന്തതകൾക്കിടയിൽ യഥാർത്ഥ തിരിച്ചറിവുകളിലൂടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തീരങ്ങളിൽ അടുക്കുന്നവരുടെ എണ്ണം നമുക്കിടയിൽ വളരെ വിരളമാണ്. എന്നാൽ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നന്മകൾ ഏറെയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ മാത്രം ദൂരത്തിൽ ദൈവത്തിൻ്റെ അനന്തകൃപ നമുക്കായി കാത്തിരിക്കുന്നു. ആയിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ ബലഹീനതകളെയും അതിലംഘിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന കൃപ. The grace of God. ചെറുതും വലുതുമായ ശാരീരിക ബലഹീനതകൾ നമ്മെ അസ്വസ്ഥതപ്പെടുത്തുകയും നിഷ്ക്രിയാവസ്ഥകളിലേക്ക് നയിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ശക്തമായ സന്ദേശമായി നമുക്കിടയിൽ തന്നെ ജീവിക്കുന്ന ചിലരുണ്ട്. തനിക്ക് ഏറെയൊന്നുമില്ലെങ്കിലും ഉള്ളത് ദൈവത്തിൻ്റെ ദാനമാണെന്ന തിരിച്ചറിവ് പരിമിതമായ കഴിവുകളെയും ദൈവമഹത്വത്തിനായി വിനിയോഗിക്കുവാൻ അവരെ പര്യാപ്തരാക്കുന്നു. ഏറെയുണ്ടായിട്ടും ഇല്ലാത്ത ചിലതിനെ ചൊല്ലി ദൈവത്തെ പഴിക്കുവാൻ ചിലപ്പോഴെങ്കിലും നാം തുനിയുമ്പോൾ ഇവരെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അസംഖ്യം അനുഗ്രഹങ്ങൾക്കും ദാനങ്ങൾക്കുമിടയിൽ എന്താണ് നമ്മെ അലോസരപ്പെടുത്തുന്നത്? അല്പം സാമ്പത്തിക പ്രശ്നങ്ങളോ, ശാരീരികമായ അല്പം അസ്വസ്ഥതകളോ, താരതമ്യേന ചെറിയ രോഗാവസ്ഥകളോ, അതോ ദൈവം ആവോളം പകർന്നു നൽകിയിട്ടും നാം പരസ്പരം കൈമാറാത്ത സ്നേഹത്തിൻ്റെ അഭാവമോ? എങ്കിലിതാ, ഇതൊന്നും ഈ ലോക ജീവിതത്തിൽ അവകാശപ്പെടാനില്ലാത്ത ഒരാൾ. സമ്പത്തോ ആരോഗ്യമോ തന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബമോ ഇല്ലാതെ വർഷങ്ങളായി ജീവിക്കേണ്ടി വന്നിട്ടും അതിനു പിന്നിൽ ദൈവിക പദ്ധതിയുടെ മാഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞ് പുഞ്ചിരിക്കുന്നു രാജേഷ് എന്ന ഈ 30 വയസ്സുകാരൻ. 9-ാം വയസ്സിൽ തൻ്റെ സഹചാരിയായി ഒപ്പം കൂടിയ മസ്കുലർ ഡിസ്ട്രോഫി എന്ന മാരകമായ അപൂർവ രോഗം പടിപടിയായി ആരോഗ്യത്തെയും ചലനശേഷിയെയുമെല്ലാം അപഹരിച്ചപ്പോഴും, സ്നേഹിച്ചവരും വേണ്ടപ്പെട്ടവരുമെല്ലാം അകന്നപ്പോഴും, ജീവിതത്തിൽ സ്വന്തമായി ഒന്നുമില്ലാതായി തീർന്നപ്പോഴും ദൈവിക ഇടപെടലിൻ്റെ മഹത്വത്തെ മാത്രം ധ്യാനിക്കുന്ന രാജേഷ് തൻ്റെ ശരീരത്തിൽ സ്വയം ചലിപ്പിക്കാനാവുന്നത് ചില വിരലുകൾ മാത്രമെങ്കിലും അവയുപയോഗിച്ച് തനിക്കാവുന്ന ഏറെ കാര്യങ്ങൾ അവൻ ചെയ്യുന്നു. അത് തീർച്ചയായും ദൈവം ഏറെ കഴിവുകൾ പകർന്നു നൽകിയിട്ടുണ്ടെങ്കിലും നാം ചെയ്യുന്നതിനേക്കാൾ അധികമാണ്. ഞാൻ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഉപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മ മരിച്ചു പോയതാണ്. പിന്നീട് എൻ്റെ അമ്മേൻ്റെ ആങ്ങളെയും കുടുംബമാണ് എന്നെ വളർത്തിയത്. അങ്ങനെ 8-9 വയസ്സ് വരെ ഞാൻ അവരുടെ കൂടെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 9 വയസ്സ് വരെ ഞാൻ വളരെ നോർമലായിരുന്നു ഇങ്ങനെ. അപ്പോൾ 9 വയസ്സിന് ശേഷം മുതൽ എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ ഈ രോഗം ബാധിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ക്രമേണ അങ്ങനെ ഈ 9 വയസ്സ് വരെ ഞാൻ അമ്മേൻ്റെ കൂടെ തന്നെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നത് ആദ്യമായിട്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം മറ്റൊരു കല്യാണം കഴിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ കുടുംബമുണ്ട്. അപ്പോൾ അങ്ങോട്ട് എന്നെ കൊണ്ടുപോവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അച്ഛൻ്റെ കൂടെ താമസമായി ഒരു 10-12 കൊല്ലം അവിടെ കഴിയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഈ രോഗം ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടി വരുന്നത് ഇത് തുടക്കത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. കുറച്ച് ഇത് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചികിത്സിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഇതെല്ലാം കൂടി.
അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെറുപ്പം ആയതുകൊണ്ട് ഇങ്ങനെ വന്നിച്ചപ്പോൾ മാനസികമായിട്ട് വല്ല പ്രയാസമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മറ്റേ സുഹൃത്തുക്കളുടെ കൂടെ ഒന്നിച്ച് നടക്കാനോ ഒന്നും കഴിയാത്തൊരു സ്റ്റേജിലാവുന്നൊരിത്. അപ്പോൾ അത് നമുക്ക് മനസ്സിൽ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു സുഹൃത്ത് ഇതുപോലെ ഒരു പുസ്തകം സമ്മാനിക്കുന്നത്. പറവൂർ ജോർജിൻ്റെ 6 ഏകാംഗങ്ങൾ എന്ന് പറഞ്ഞൊരു ചെറിയ കഥാസമാഹാരം. അപ്പോൾ ഈ പുസ്തകം വായിച്ചതിൽ നിന്നാണ് എനിക്ക് നമ്മൾ നിരാശ എന്നൊരു രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. വെറുതെ നിരാശപ്പെട്ടിരിക്കാതെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ ഞാൻ ഈ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ വന്നതിന് ഈ എഴുത്തിൻ്റെ ലോകത്തിൽ വന്നതിന് ശേഷം മുതൽ എനിക്ക് എഴുതി വളരണമെന്ന് ഒരുപാട് ആഗ്രഹം. പക്ഷേ നമ്മളെ വീട്ടിലെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സൈഡായിരിക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് നമുക്ക് ബന്ധങ്ങൾ അറ്റു തുടങ്ങി. അപ്പോൾ പലരും പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ നകന്നു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലാത്തൊരു സാഹചര്യമായി. ചിന്തിക്കാനാവുന്ന കാലം മുതൽ ഏറെ നിരാശയിലും തീരാ ദുഃഖത്തിലും അടിപ്പെട്ട രാജേഷിന് ഒരവസരത്തിൽ ദൈവം നൽകിയ പ്രത്യാശ ഒരു തിരിനാളമായി മനസ്സിൽ കെടാതെ സൂക്ഷിക്കാനായിരുന്നു. പിന്നീട് അവൻ കടന്നുവന്ന വയനാട്ടിലെ നടവയലിലുള്ള ഒസാനാം ഭവൻ എന്ന അഗതി മന്ദിരത്തിലെ നിസ്വാർത്ഥ സ്നേഹത്തിലധിഷ്ഠിതമായ ശുശ്രൂഷകളും ശുശ്രൂഷകരും അവനെ കൈപിടിച്ചു നടത്തി. തന്നെ തിരിച്ചറിയുന്ന, പ്രിയപ്പെട്ട മകനായി സ്വീകരിക്കുന്ന, അളവില്ലാതെ സ്നേഹം പകർന്നു നൽകുന്ന, സഹനത്തിന് പുതിയ അർത്ഥം നൽകിയ ദൈവത്തെ തിരിച്ചറിയാനായത് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ജീവിതത്തിലെ പല ജീവിത സാഹചര്യങ്ങളിൽ തട്ടിത്തകർന്ന, മുന്നോട്ട് ജീവിതം നയിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുറേ മനുഷ്യരാണ് ഇവിടെയുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജേഷിനെ പോലുള്ളവരുടെയൊക്കെ ഒരു പ്രത്യേകത, അവന് എല്ലാവിധ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി കാര്യങ്ങൾ ഒന്നും തന്നെ അവന് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. ഒന്ന് ചലിക്കണമെങ്കിൽ വേറൊരാളുടെ സഹായം അവനാവശ്യമുണ്ട്. പക്ഷെ അവന് ഞങ്ങൾക്ക് കിട്ടുമ്പോഴുള്ള ഒരു പ്രത്യേകത എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, അവന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുമ്പോൾ ഇപ്പോൾ അവനായിരിക്കുന്ന അവസ്ഥയിൽ ഇന്നവൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് അവനിൽ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് സത്യത്തിൽ എനിക്കില്ലായിരുന്നു. ഇവന് ഈ സ്ഥാപനത്തിൽ അന്തേവാസിയാക്കണമെന്ന് പറഞ്ഞ് പലപ്പോഴും ഇവൻ എന്നെ വിളിച്ചിരുന്നു. പിന്നെ കയ്യൂന്നിലിടവയിൽ വികാരിച്ചനെ ഇങ്ങനെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, വിൻസൻ്റെ രാജേഷിനെ സഹായിക്കുന്നത് നന്നായിരിക്കും, കാരണം അവൻ അത്തരത്തിലുള്ള ഒരാളാണെന്ന് അച്ഛൻ പറയുക. അങ്ങനെ അവനെ വിളിച്ച് സംസാരിച്ചു, വരാൻ പറഞ്ഞു. അങ്ങനെയാണ് രാജേഷ് ഇവിടെ എത്തിപ്പെടുന്നത്. അവൻ്റെ കൂട്ടുകാരും അച്ഛനും വിൻസെൻ്റ് പോളുകാരൊക്കെ കൂടിയാണ് അവനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇവിടെ എത്തിയതിന് ശേഷം മുതൽ ഇവിടുത്തെ സഹോദരന്മാർ, ഇവിടുത്തെ ശുശ്രൂഷകർ അവരിൽ നിന്ന് കിട്ടിയ ഒരു പ്രോത്സാഹനം പിന്നീട് എന്നെ കൂടുതൽ ഒരു ആത്മവിശ്വാസത്തിലേക്കും അല്ലെങ്കിൽ എൻ്റെ കലാപ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഒരുക്കി കിട്ടുന്നതിന് ഇടവന്നു. മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം അത്യപൂർവമാണ്. ഇനിയും ഫലപ്രദമായ ചികിത്സ കണ്ടെത്താത്ത ഈ രോഗം ബാധിച്ചാൽ ഒരാളുടെ മസിലുകൾ ക്ഷയിച്ചു തുടങ്ങും. അത് ശരീരത്തെ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അയാളെ നയിക്കും. തുടർന്ന് ആന്തരിക അവയവങ്ങളിലേക്ക് രോഗം പടരുമ്പോൾ ശാരീരിക പ്രവർത്തനങ്ങളെയെല്ലാം അത് ബാധിക്കും. തൻ്റെ ശരീരം അനുദിനം കൂടുതൽ തളരുന്നത് തിരിച്ചറിയുന്ന രാജേഷ് തൻ്റെ ജീവിതം എത്ര കാലം തുടരും എന്നതിൽ ആശങ്കപ്പെടുന്നില്ല. ഒരു കാര്യത്തിൽ മാത്രമാണ് രാജേഷിന് നിർബന്ധ ബുദ്ധിയുള്ളത്. താൻ ജീവിച്ചിരിക്കുവോളം തനിക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം.
തൻ്റെ മേൽ ദൈവത്തിനുള്ള പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടണം. നമ്മളെക്കാളും പ്രയാസപ്പെടുന്ന ആളുകൾ ഈ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം കണ്ട് പരിചയപ്പെട്ടത് കാണുമ്പോൾ അപ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി എനിക്ക് ഒരുപാട് ഒരു മെച്ചപ്പെട്ട ഒരു അവസ്ഥ ദൈവം തന്നപ്പോൾ അപ്പോൾ ആ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ഞാൻ എൻ്റെ കലാപ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും ആരോഗ്യപരമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ അതേസമയം നമ്മളെക്കുള്ള ആരോഗ്യമുള്ളവർ പലർക്കും നല്ല അവസരങ്ങളുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ അല്ല ദൈവത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ച് അറിയാതെ അവർ പല വഴികളും നടക്കുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായി ആയിരിക്കുന്ന സാഹചര്യം പലരുമായിട്ട് നമുക്ക് പലത് ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചില തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യാമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഞാൻ ഈ കലാപരിപാടിയിൽ ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഈ കൈവച്ച് ആകെ ഇത്ര ചലിപ്പിക്കുവാനോ അതുപോലെ പേന പിടിച്ച് എഴുതുവാനും കുറച്ച് ഭാവനപരമായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവം തന്നിരിക്കുന്ന ഈ കഴിവിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു സിനിമ തിരക്കഥാകൃത്താവണമെന്ന് വലിയൊരാഗ്രഹമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. 1-2 സ്ക്രിപ്റ്റുകളൊക്കെ റെഡിയാക്കി ചെയ്ത് വരികയാണ്. ഒരിക്കലും എന്തായാലും സാധിച്ചു തരും, ദൈവം സാധിച്ചു തരും എന്നുള്ളൊരു ഒരു വിശ്വാസം, അങ്ങനെ ഒരു അവസരം ഉണ്ടാവും എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഒന്നുമല്ലാതെ സാഹചര്യത്തിൽ നിന്ന് ഇവിടം വരെ എത്തിച്ച ദൈവം തീർച്ചയായും എൻ്റെ ആഗ്രഹം സാധിച്ചു തരും എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. ദൈവസ്നേഹത്തോട് ചേർന്ന് നിന്ന് തൻ്റെ ബലഹീനതകളെ അതിജീവിക്കുവാൻ ശക്തി നേടിയപ്പോഴാണ് രാജേഷ് തനിക്ക് ദൈവം നൽകിയ കഴിവുകളെ തിരിച്ചറിഞ്ഞത്. തന്നിൽ ദൈവം നിക്ഷേപിച്ചിരുന്ന ഭാവനയും കലാബോധവുമെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ അവൻ തയ്യാറായപ്പോൾ അത് മികച്ചൊരു കലാകാരൻ്റെ പിറവിയായിരുന്നു. തനിക്ക് യഥേഷ്ടം ഹൃദയസ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കുവാൻ ദൈവം വരം നൽകിയ വാക്കുകൾ ഉപയോഗിച്ച് അവൻ അനവധി കഥകളും ഗാനങ്ങളും രചിച്ചു. തൻ്റെ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്താൻ ഏറെ ആരാധനാഗീതങ്ങളും അവൻ എഴുതിയതിൽപ്പെടുന്നു. തൻ്റേതു മാത്രമായ രീതിയിലുള്ള രാജേഷിൻ്റെ ചിത്രരചന ഏറെ ശ്രദ്ധേയമാണ്. ഒട്ടേറെ പ്രഗത്ഭർ അവൻ്റെ സൃഷ്ടികളെ പുകഴ്ത്തുമ്പോൾ അത് ദൈവിക പദ്ധതികളോടുള്ള അവൻ്റെ വിധേയത്വത്തിന് ദൈവം കൊടുത്ത അംഗീകാരമായി മാറുന്നു. എല്ലാവരിലും ഈശോയെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഇവനിലുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. അതനുസരിച്ച് ഞാൻ ഇവനെ സഹായിക്കാമെന്നുള്ളൊരു ചിന്ത ഉണ്ടായി. ഈ അവസരത്തിൽ എനിക്കുണ്ടായൊരു വലിയ അനുഭവം, ഇവനെ ഞാൻ എരുമാട് കൂട്ടിക്കൊണ്ട് പോയ അവസരത്തിൽ അവിടെ അവനെ പഠിപ്പിച്ച മാഷ് അവനെ കണ്ടു കഴിഞ്ഞപ്പം എടുത്ത വഴിക്ക് ആ സാറ് ഇവനോട് ചോദിച്ചു, മോനെ നീ ക്രിസ്ത്യാനിയായോ? അപ്പോൾ അവൻ പറഞ്ഞു, സാറേ എന്നെ തിരിച്ചറിയുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടുമുട്ടി. ഞാൻ വെറുതെ ഇങ്ങനെ ഇവനോട് ചോദിച്ചു, എന്താ രാജേഷ് അങ്ങനെ പറഞ്ഞു? അല്ല ബ്രദറെ, എനിക്കൊരു ആശ്വാസമുണ്ട്. ഇവിടെ വന്നപ്പോൾ മുതൽ പല സ്ഥാപനങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ പോയി നിന്നപ്പോൾ എനിക്ക് വലിയൊരു അസ്വസ്ഥതയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ
തട്ടുകളിൽ ഞാൻ കേട്ടു. അങ്ങനെ ഇവനെ എനിക്ക് പല വിധത്തിൽ സഹായിക്കണമെന്ന് തോന്നി. പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഇതൊരു ഡെസ്റ്റിറ്റ്യൂട്ട് സെൻ്ററാണ്. അപ്പോൾ ഒരു അഗതി മന്ദിരമാകുമ്പോൾ ഒരാളെ വ്യക്തിപരമായിട്ട് സഹായിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു വലിയ അസ്വസ്ഥതയാകും. അപ്പോൾ എന്നിരുന്നാൽ പോലും ഇവൻ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ പേപ്പറും വരയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് കൊടുക്കുകയും മറ്റ് സാധനങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയൊക്കെ ചെയ്തു. എപ്പോഴും ഇവൻ്റെ കണ്ടൊരു പ്രത്യേകത, പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ കുർബാനയ്ക്ക് ഇവൻ എപ്പോഴും വരാനായിട്ട് വലിയ സന്നദ്ധത പ്രകടിപ്പിച്ചു. അതൊക്കെ ഞാൻ ചോദിച്ചു, എന്താ രാജേഷേ അതിനുള്ളൊരു പ്രത്യേകത? എനിക്ക് ഈശോയെ കണ്ടുമുട്ടാൻ പറ്റി, അല്ലെങ്കിൽ ഈശോയെ സ്നേഹിക്കുന്നവരെ കണ്ടുമുട്ടാൻ പറ്റി. അതിലൂടെ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആഴമായ ബോധ്യമുണ്ടായി എന്ന് പല അവസരങ്ങളിൽ അവൻ എന്നോട് പറഞ്ഞു. അതെന്നെ കുറേയധികം ഇവനെ വളർത്തണമെന്നും ഇവനെ സഹായിക്കണമെന്നും എന്നൊക്കെ ഞങ്ങളെ കൂടുതൽ തോന്നിപ്പിക്കുകയും പല അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവനെ സഹായിക്കുകയൊക്കെ ചെയ്തു. മാനന്തവാടി രൂപതയിലെ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന അഗതി മന്ദിരമാണ് ഹൊസാന ഭവൻ. ഇവിടുത്തെ ശുശ്രൂഷകർ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ മഹനീയമായ സേവന മാതൃകയെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം അഗതികൾക്ക് പകർന്നു നൽകുന്നതിൽ സവിശേഷമാം വിധം ശ്രദ്ധ ചെലുത്തുന്നു. രാജേഷിനെ പോലെ ഏറെ നിരാലംബരിൽ പ്രത്യാശയും ദൈവസ്നേഹവും നിറച്ച് കൈപിടിച്ചു നടത്തുവാൻ ഇവർക്ക് കഴിയുന്നു. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് നിരാശയിൽ കഴിയുന്ന രാജേഷിനെ പോലെയുള്ളവരെ സംബന്ധിച്ച് ഈ ശുശ്രൂഷകർക്ക് ദൈവനിവേശിതമായ വലിയൊരു ദൗത്യം തന്നെയാണുള്ളത്. യഥാർത്ഥ ബോധ്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ളവരെ നയിക്കുന്നതോടൊപ്പം ആത്മവിശ്വാസവും പകർന്നു നൽകി ഭൗതികമായി വളർത്തുന്നതിനും ഇവർക്ക് സാധിക്കുന്നു. നമുക്കിടയിലുള്ള ബലഹീനരായ ഏറെ ആത്മാക്കൾ അന്ധകാരത്തിൽ ഇന്നും തുടരുന്നെങ്കിൽ അവരെ പ്രകാശത്തിലേക്കും പ്രത്യാശയിലേക്കും വഴി നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന ബോധ്യം ഈ ശുശ്രൂഷകർ നമുക്ക് പകർന്നു നൽകുന്നു. രാജേഷിനെ പോലെ വൈകല്യവും കുറവും പോരായ്മയും ഉള്ള ഈ മനുഷ്യരെയൊക്കെ സഹായിക്കാനായിട്ട്, അതായത് ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥ ദൈവത്തെ കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മളെപ്പോലുള്ള വ്യക്തികൾക്ക് സാധിക്കുകയാണെങ്കിൽ ഇവരെ ദൈവോന്മുഖമായി വളർത്തുവാനും ദൈവത്തിനു വേണ്ടി ഒത്തിരിയേറെ പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് ഇവരെ മാതൃകയാക്കുവാനൊക്കെ യാതൊരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാവില്ല എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് ഈ രാജേഷിലൂടെ നമുക്ക് ലഭിക്കും. കാരണം രാജേഷിനെ ഈശോയിലേക്ക് അടുപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബോധ്യത്തിലേക്ക് വളർത്തിയപ്പോൾ എനിക്കുണ്ടായൊരു വലിയ അനുഭവം, ഇവിടെ വന്നൊരു 3 ആഴ്ച കൊണ്ട് അവൻ 30 പാട്ട് എഴുതി, ക്രിസ്ത്യൻ പാട്ട്. അതുവരെ അവൻ എഴുതാതിരുന്ന ഒരു സാധനമാണ്. വളരെ പെട്ടെന്ന് 10-30 പാട്ട് എഴുതി. ഒരു അച്ഛൻ വന്നപ്പോൾ ഇവനിത് കാണിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം, നിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ സാധനം വലിയൊരു ഗിഫ്റ്റാണ്. ഒരു അക്രൈസ്തവനായി വളർന്നു വന്ന രാജേഷിൻ്റെ ജീവിതത്തിൽ സത്യത്തിൻ്റെ പ്രകാശം പതിച്ചപ്പോൾ അവനിലുണ്ടായ മാറ്റം വളരെ വലുതായിരുന്നു. ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന തകർച്ചകളും പരാജയങ്ങളും തൻ്റെ മഹത്വത്തെ പ്രകടമാക്കുന്നതിനായി അവിടുന്ന് അനുവദിക്കുന്നതാണെന്ന തിരിച്ചറിവ് അവനിൽ പ്രത്യാശയെ വളർത്തുകയും പരിമിതികളെ അതിലംഘിക്കുന്ന ശക്തി അവനിൽ നിറയ്ക്കുകയും ചെയ്തു. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുവാൻ തക്ക ശക്തമായ ദൈവകൃപ അവനിൽ നിറഞ്ഞിരിക്കുന്നു. ഒരു വെയിലടിക്കുമ്പോൾ തളരുകയും ഒരു ചുടുകാറ്റടിക്കുമ്പോൾ വാടിക്കരിയുകയും ചെയ്യുന്ന നാം ഓരോരുത്തർക്കു മുന്നിൽ ഉറച്ച വിശ്വാസം പകരുന്ന ആത്മധൈര്യത്തിന് ഒരു മാതൃക തന്നെയാണ് അവൻ.
ഏത് നിസ്സഹായാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ദൈവം ഇടപെടുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് എൻ്റെ ഈ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ നമ്മൾ എല്ലാവരും ആരോഗ്യം മറ്റൊക്കെ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളൊന്നും ചേരുമ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ അതോടുകൂടി നമ്മൾ പതറിപ്പോകാതെ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി നമ്മളുടെ കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനത്തിലൂടെ അല്ലെങ്കിൽ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ ഉടനെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാതെ നമ്മൾക്ക് ആയിരിക്കുന്ന സാഹചര്യത്തിലും അവസ്ഥയിലും നമുക്ക് ദൈവവിശ്വാസത്തിൽ ഊന്നി നമുക്ക് എങ്ങനെ നമ്മൾ ആ സാഹചര്യങ്ങൾ അതിജീവിക്കാമെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. മറ്റുള്ളവരുടെ മുന്നിൽ ഞാനിപ്പോൾ വളരെ വൈകല്യമുള്ളവനായതുകൊണ്ടും അല്ലെങ്കിൽ ഒന്നും കഴിയാത്തൊരു അവസ്ഥയായിരിക്കും. പക്ഷേ ഈ അവസ്ഥയിലും ദൈവം എന്നിൽ എത്രത്തോളം കരുണ ചൊരിയുന്നു എന്ന് എൻ്റെ ഇപ്പം ഞാൻ ആയിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം ഒരു വലിയൊരു തെളിവാണ്. കാരണം എന്നെക്കാൾ അവസ്ഥ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ നല്ല കഴിവുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താണ്ട് നടക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇത്രയും ചെയ്യാൻ ഉള്ളൊരു കൃപാവരം തരുന്ന ദൈവത്തിൻ്റെ ആ ഒരു പ്രത്യേക ഒരു കാരുണ്യമാണ്. കുറേ കോളേജ് കുട്ടികളും സ്കൂൾ കുട്ടികളും അങ്ങനെയുള്ള കുറേ മനുഷ്യരിവിടെ വരും. ആ സമയത്ത് പിന്നെ ആ ഗ്രൂപ്പിനെ കണ്ടിട്ട് ഒരു കവിത എഴുതും, അതവരെ പാടി കേൾപ്പിക്കും. അപ്പോൾ ആ കൂടെയുള്ളവരോട് ഈ അവസാനഭാഗം കണ്ടിട്ട് എന്ത് തോന്നി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു എനിക്ക് എൻ്റെ മനസ്സിന് കുളിർമ തോന്നിയിട്ട് ഞങ്ങൾക്ക് രാജേഷിനെ കണ്ടപ്പോൾ ഞങ്ങളുടെ വൈകല്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ വളരെ വ്യക്തമായിട്ട് അവർക്ക് ബോധ്യമായി എന്ന് പറയുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലൊരു സന്തോഷമാണ്. കാരണം രാജേഷ് എപ്പോഴും ഉള്ളൊരു പ്രത്യേകത, അവൻ എന്തെല്ലാം കുറവുണ്ടെങ്കിലും എപ്പോഴും സന്തോഷവാനായിരിക്കാനായിട്ട് അവൻ ശ്രമിക്കാറുണ്ട്. അത് ഞങ്ങൾക്കുള്ളൊരു ബോധ്യം. കാരണം എനിക്ക് തോന്നുന്നത് ഈശോയെ അവന് അറിയാനായിട്ട് അല്ലെങ്കിൽ അവന് ഈശോയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതല്ല. ഒരിക്കലും അവനിങ്ങനെ ഒരു നിരാശപ്പെടുന്ന ഒരവസ്ഥ അവൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ ആയിരുന്നപ്പോഴാണെങ്കിൽ ഇവിടെയുള്ള ഓരോ സമയത്തും എന്തിനേയും അവൻ, ഇപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അവൻ വേഗം അത് മുഖത്തുനിന്ന് വായിക്കും, എന്നാ പറ്റി, ഇന്നലെ രാത്രി ഉറങ്ങി. അങ്ങനെയൊരു ഒരു എക്സ്ട്രാ കഴിവ് അവനിലുണ്ട് എന്ന് തിരിച്ചറിയാനും പറ്റി. എപ്പോഴും ഒരു എല്ലാവർക്കും ഇവിടെ വരുന്ന ആർക്കും ഒരു കൂട്ടുകാരനായിട്ട് അവൻ തീരും. വിശ്വാസം പകർന്നു നൽകിയ ബോധ്യങ്ങളുടെ തണലിൽ ഇന്ന് ഏറെ പ്രതീക്ഷയുള്ളവനാണ് രാജേഷ്. തനിക്ക് ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ സർഗശേഷിയെ ലോകമറിയുന്ന രീതിയിൽ ഉപയോഗിക്കുവാനുള്ള അവസരവും അവിടുന്ന് തന്നെ ഒരുക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നു. താൻ എഴുതിയ ഏറെ മനോഹര കാവ്യങ്ങളിൽ ചിലതെങ്കിലും തൻ്റെ ജീവിതത്തിനും ദൈവം കൈപിടിച്ചു നടത്തിയ സവിശേഷ അവസരങ്ങൾക്കും സാക്ഷ്യമായി ലോകം വെള്ളിത്തിരയിൽ വീക്ഷിക്കുന്ന നല്ല നാളേക്കായി അവൻ കാത്തിരിക്കുന്നു. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത തൻ്റെ പ്രിയപ്പെട്ട ഈ മകൻ്റെ മുന്നിൽ ലോകം കാതോർക്കുന്ന ദിവസങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.